കഴിഞ്ഞ 5 വർഷമായി പാലക്കാട് KSRTCയുടെ ദുരനുഭവം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ മന്ത്രി ഗണേഷ് കുമാർ അവിടെ ശീതീകരിച്ച അതായത് AC റൂം ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് കരിങ്കൊടി കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അവരുടെ ആവലാതികൾ പറഞ്ഞപ്പോഴും പരാതി കൊടുക്കുക, അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ കൈയൊഴിയുന്ന ഒരു നിലപാട് കണ്ടു. അതിനുശേഷം വാർത്തകളിൽ പ്രാധാന്യം നേടാൻ തനിക്കെതിരെ വരുന്ന അമ്പുകൾ അല്ലെങ്കിൽ തനിക്ക് നേരെ വരുന്ന അമ്പുകൾ തനിക്കെതിരെ ആക്കി അവിടെ മാസാവാൻ മിടുക്കുള്ള ആളാണ് ഗണേഷ് കുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മിടുക്കും വൈഭവവും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരിടത്ത് മാത്രമേ അദ്ദേഹത്തിന് പതറിയിട്ടുള്ളൂ, യാമിനി തങ്കച്ചിയുടെ അടുത്ത് ഇടിച്ച് പദം വരുത്തിയിട്ട ഫോട്ടോസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും പറയാൻ വന്നത് അതല്ല. ഗണേഷ് കുമാറിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ തീരണമെന്നില്ല. അതുകൊണ്ട് മന്ത്രിയായിപ്പോയില്ലേ, നമ്മൾ തിരഞ്ഞെടുത്ത മന്ത്രിയെ നമുക്ക് അങ്ങനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. എന്നാലും മന്ത്രി എന്താ പറയുക, കരിങ്കൊടി കാണിക്കാൻ എത്തിയവരുടെ തോളിലൊക്കെ തട്ടി, മന്ത്രി BJPക്കാരുടെ തോളിൽ തട്ടി മന്ത്രി സൗഹൃദത്തിലായി, എന്നിട്ട് മന്ത്രി തിരിച്ചുപോയി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണ് പാലക്കാട് KSRTCയിൽ 8 കോടി രൂപ ചിലവഴിച്ച് പണിത KSRTCയിൽ 5 വർഷം കഴിഞ്ഞു. 8 കോടി രൂപ ചിലവഴിച്ച് പണിതിട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. അവിടെ കംഫർട്ട് റൂമില്ല, ഫീഡിംഗ് റൂമില്ല, എയ്ഡ് പോസ്റ്റ് ഇല്ല, ഒരു സംവിധാനങ്ങളും ഇല്ല. അപ്പം ആളുകൾ ചോദിക്കുന്നത് പണക്കാർക്ക് മാത്രം മൂത്രം ഒഴിച്ചാൽ മതിയോ, പണക്കാർക്ക് മാത്രം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താൽ മതിയോ, പണക്കാർക്ക് മാത്രം കാര്യങ്ങൾ നടത്തിയാൽ മതിയോ, പാവപ്പെട്ട ആർക്കും KSRTCയിൽ പാലക്കാട് KSRTC മൂത്രം ഒഴിക്കണ്ടേ, കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പാല് കൊടുക്കണ്ടേ, ഒന്ന് വിശ്രമിക്കേ, ഒന്നും വേണ്ടേ എന്നാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത്. അവരുടെ പ്രതിനിധികളായാണ് BJPക്കാർ എത്തിയത്. അതിന്റെ വീഡിയോ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടല്ലോ, മന്ത്രി തന്ത്രപരമായി അതിനെയൊക്കെ നേരിടുന്നത്. ക്യാമറ കണ്ണുകളൊക്കെ തന്നെ നോക്കുന്നു എന്നുണ്ട്. അപ്പൊ മന്ത്രി ഒന്ന് അടവ് മാറ്റി, എന്നിട്ട് തോളിലൊക്കെ നമുക്ക് പരിഹരിക്കാം, എല്ലാം പരിഹരിക്കാം, മുനിസിപ്പൽ വകുപ്പ് അവരെ ഒഴിയട്ടെ, നമുക്ക് കോടതിയിൽ പോവാം, പരാതി തരൂ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. 8 കോടി രൂപ ചിലവഴിച്ചതിന് ഇനി പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ പരാതി തരണമെന്ന്. ഒരു മനുഷ്യന്റെ അവസ്ഥ പറയാൻ വന്നത് അതൊന്നും അല്ല. പറയാൻ വന്നത് ഈ പ്രതിഷേധമൊക്കെ ഇങ്ങനെ വളരെ ശക്തമായി നടക്കുകയാണ്. ഇതിനിടയിൽ ഈ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാനായി ഒരു വനിതാ പോലീസ് എത്തി. ആ വനിതാ പോലീസിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടല്ലോ, അതായത് വനിതാ പോലീസിനെ ഈ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന വനിതാ പോലീസിന്റെ അരയിലൂടെ കൈയിട്ട് വനിതാ പോലീസിനെ, അതായത് മുതലെടുപ്പിന്റെ ഒരു ഭീകര വർഷൻ. ആ സമയത്ത് എന്താ പറയുക, മനഃപൂർവ്വം അല്ല അയാൾ ചെയ്തത്, അയാൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ഒരുപക്ഷെ അയാളുടെ കൂടെ വന്ന ആളുകളെ പിടിച്ചു മാറ്റാനായി പോലീസ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പിന്നെ അയാൾ അത് തടയാനായി അരയിൽ കയറി മുറുകെ പിടിച്ചതായിരിക്കും. അതുകൊണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പകൽ പോലെ വെളിച്ചത്താരെങ്കിലും ഒരു സ്ത്രീയെ, പോലീസുകാരിയാണെങ്കിൽ അവർ സ്ത്രീയാണല്ലോ, സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെയാണ് ഇങ്ങനെ ചോദ്യശരങ്ങൾ ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ പിന്നെ ചിലരുടെ ചോദ്യം, ഈ പിന്നെ പ്രതിഷേധക്കാരായ ആളുകളെ പിടിച്ചു മാറ്റുന്നിടത്ത് വനിതാ പോലീസിന് എന്താണ് കാര്യം? വനിതാ പോലീസിന് കാര്യമുണ്ട്. വനിതാ പോലീസിന് എല്ലായിടത്തും കാര്യമുണ്ട്. ഈ നല്ലവരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതായത് ഈ എന്താ പറയുക, വളരെ കഠിനമായ ചൂടിലും ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ചെറു പുഞ്ചിരിയോടെ വാഹനം തടഞ്ഞു നിർത്തി നമ്മളെ കയറ്റി വിടുമ്പോൾ ഉള്ള ഒരു സുരക്ഷിതത്വമുണ്ട്. ഒരു അമ്മയും കുഞ്ഞും കടന്നു പോകുമ്പോൾ അവർ കാണിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ചിലപ്പോൾ വെയിലത്തൊക്കെ നിന്നിട്ട് പോകുമ്പോൾ വിയർത്തൊലിച്ച് നിൽക്കുന്ന അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിപ്പോകാറുണ്ട്. അവരെ ജോലിയിൽ ആത്മാർത്ഥതയുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് സ്മരിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അവിടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിനിങ് നടത്തുമ്പോൾ ആണുങ്ങളുടെ പ്രതിഷേധത്തിനിടയിൽ നിങ്ങൾ പോകേണ്ട, നിങ്ങൾ പെണ്ണുങ്ങളുടെ പ്രതിഷേധത്തിനിടയിൽ മാത്രം പോയി ജോലി ചെയ്താൽ മതി, ആണുങ്ങൾ പോകുന്ന പ്രശ്നത്തിലോ സംഘടനകളിലോ പ്രതിഷേധങ്ങളിലോ ജാഥകളിലോ ഒന്നും നിങ്ങൾ പോകേണ്ട എന്ന് പഠിപ്പിക്കുന്നില്ല. എവിടെ പ്രശ്നമുണ്ടാകുന്നോ അവിടെയെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാവണം. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. പിന്നെ
ചില കേസുകളിൽ വനിതകളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ, സ്ത്രീകളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അല്ലാണ്ട് പ്രതിഷേധം നടക്കുന്ന സമയത്ത് വനിതാ പോലീസുകാർ പോകാൻ പാടില്ല എന്ന് പറയാനുള്ള നിയമമില്ല. അത് അവരുടെ ജോലിയാണ്. അവർ എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും, എത്രയോ കല്ലേറുകൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കിടയിലും സമരങ്ങൾക്കിടയിലും അടികിട്ടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പലപ്പോഴും നമ്മളവരെ കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ പിങ്ക് പോലീസിനെയൊക്കെ നമ്മൾ അറഞ്ചം പുറഞ്ച് തരവിളിക്കുക. അവർക്ക് എന്താണ് ജോലി? അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവരുടെ പുറകെ പോയി ക്യാമറ വെച്ചിട്ട് അവർ 9 മണിക്കൂർ 8 മണിക്കൂർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവർ ഈ കാമുകനും കാമുകിമാരും ഇരിക്കുന്നത് പിടിക്കാൻ മാത്രമാണ് അവരുടെ ജോലി. ഇതിനാണോ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേർ രംഗത്തിറങ്ങിയിരുന്നു. ഒന്നും നടന്നില്ല. അവരിപ്പോഴും അവരുടെ പഴയ പണി തന്നെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പുറകിൽ കൂടി വന്ന് കൈയിട്ട് പിടിച്ച് എന്താ പറയുക, അങ്ങ് മുതലെടുപ്പ് നടത്തുകയാണ്. അതായത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അരയിൽ പിടിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അയാൾ ഇനി മനഃപൂർവ്വമല്ല അത് ചെയ്തതെങ്കിലും അത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തു എന്നേ പറയാൻ കഴിയൂ സഹോദര. കാരണം നിങ്ങൾ അപമാനിക്കാനോ നാണം കെടുത്താനോ അല്ല പറയുന്നത്. കാരണം ഇത് പട്ടാപ്പകലാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ തൊടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഒരു വനിതാ പോലീസുകാരി ആണെങ്കിൽ പോലും അവരൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ തൊട്ടാൽ അത് നിയമത്തിൽ വളരെ വലിയ കുറ്റമാണ്. അപ്പൊ ഈ BJP പ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിഷേധിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് പ്രശ്നമാണ്, ഇത് പ്രതിഷേധമാണ്. ഒരു വനിതാ പോലീസുകാരുടെ വിരൽ തുമ്പിൽ പോലും തൊടാനുള്ള അധികാരം, വനിതാ പോലീസുകാരി എന്നല്ല, ഒരു സ്ത്രീയുടെ വിരലിന്റെ തുമ്പിൽ പോലും അനുവാദമില്ലാതെ തൊടാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇത് കാണിക്കുമ്പോൾ, ഇത്തരം വൃത്തികേടുകൾ പരസ്യമായി കാണിക്കുമ്പോൾ, വൃത്തികേടുകൾ എന്ന് തന്നെ പറയാമോ സഹോദരൻ, എനിക്കറിയില്ല. അദ്ദേഹം മനഃപൂർവ്വമാണോ അത് ചെയ്തതെന്നറിയില്ല. അദ്ദേഹം അരയിൽ കൂടി അങ്ങനെ കൈയിട്ട് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കൂടെ വനിതകളില്ല എങ്കിൽ നിങ്ങൾ അവരോട് കൈകൊണ്ട് പറയണം, മാറി നിൽക്ക്, നിങ്ങൾ തുടരുത്, മാറി നിൽക്ക്, നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ പ്രതിഷേധം തടസ്സപ്പെടുത്തിയാൽ. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പരസ്യമായി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരുടെ ശരീരത്തിൽ അവർ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കാം. ഇനി കല്യാണം കഴിയാത്ത സ്ത്രീ ആണെങ്കിലും എന്താണ്? അവർ കല്യാണം കഴിഞ്ഞോ കഴിയാതിരിക്കട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. കല്യാണം കഴിഞ്ഞാലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറി പിടിക്കാവുന്നില്ല, കല്യാണം കഴിയാതിരുന്നാലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറി പിടിക്കാവുന്നില്ല. ഒരു നിയമം നടപ്പിലാക്കാൻ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പട്ടാപ്പകൽ ഇത്തരത്തിൽ കയറി പിടിച്ചിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊരു തിരിച്ചായിരുന്നുവെങ്കിൽ, ഇവിടെ നടന്ന സംഭവം നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ സംഭവങ്ങൾ, ഇവിടുത്തെ കോളിളക്കങ്ങളൊക്കെ? ഈ 2005 നടന്ന പീഡനം 2019 വരെ കൊണ്ടുവന്ന, അപ്പോഴാണ് എനിക്ക് പീഡനമാണ് എന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ. അങ്ങനെയുള്ള സ്ത്രീകൾക്കൊപ്പം ആരും നിൽക്കില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഓൺ ദ സ്പോട്ടിൽ പറയുന്ന ആളുകളോടൊപ്പം മാത്രമേ അവരനുഭവിച്ച വേദന, പീഡനം അതൊക്കെ ആർജവത്തോടെ ഫേസ്ബുക്കിൽ എഴുതാനല്ല, നേരിട്ട് നിയമ സംവിധാനത്തിൽ പറയാൻ കഴിയുന്ന ആൾക്കാരോടൊപ്പമേ ഇവിടുത്തെ സമൂഹം നിലകൊള്ളൂ. അല്ലാണ്ട് ഇവരൊക്കെ പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, ഞാൻ അന്ന് ട്രോമയിലായിരുന്നു, ഞാൻ അന്ന് വേറൊരു മൂഡിലായിരുന്നു, എനിക്കന്ന് പരാതി പറയാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ഈ കാലത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ പരീക്ഷയും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലേക്ക് വരെ നിയമ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. അതിനിടയിലാണ് പരസ്യമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ വഴിയിൽ കിട്ടുമ്പോൾ മരയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് എന്താണ് ഈ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളത് അറിഞ്ഞുകൊണ്ടായാലും അറിഞ്ഞാതെ ആയാലും ചെയ്തത് അത് മോശമാണ്. അത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.